അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صبغة الله ومن أحسن من الله صبغة ونحن له عابدون صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ചരിത്രം അടയാളപ്പെടുത്തിയ ഏറ്റവും വലിയ കിരാത ഭീകരനായ ഒരു ഭരണാധികാരിയുടെ ഒരു സമുദായത്തോട് കാണിച്ച നികൃഷ്ടമായ വംശഹത്യാപരമായ നിലപാടിൽ ആ ഭരണകൂടത്തെ മറികടന്നുകൊണ്ട് ആ സമുദായം വിമോചിക്കപ്പെടാൻ കാരണക്കാരനായ അതിന് നിമിത്തമായിട്ട് രംഗത്ത് വന്ന പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ ആ വഴിത്താരയിൽ സ്വീകരിച്ച നിലപാടുകളെ ശത്രുവിൽ നിന്ന് വിമോചനം ആഗ്രഹിക്കുന്ന ഏതൊരു സമുദായവും തങ്ങളുടെ അടിസ്ഥാനപരമായ നിലപാടുകളായി സ്ട്രാറ്റജിയായി സ്വീകരിക്കേണ്ടുന്ന പാഠഭാഗങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. മുഹറത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർച്ചയായ ഖുതുബകളിലൂടെ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകനല്ലാത്ത മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ ഫിറൗവിന്റെ കൊട്ടാരത്തിൽ വളർന്ന് യുവാവായ പശ്ചാത്തലത്തിൽ അധികം തിരക്കില്ലാത്ത ഒരു സമയം നോക്കി തെരുവിലിറങ്ങിയപ്പോൾ സ്വസമുദായക്കാരനായ ഒരാൾ ഭൂരിപക്ഷ വർഗീയ വിഭാഗത്തിലെ ഒരുത്തനുമായി കശപിശ കൂടുന്നത് കണ്ട പശ്ചാത്തലത്തിൽ കേവലം ആ സമുദായത്തിലെ ഒരു അംഗം എന്ന നിലക്ക് തനിക്കുള്ള സാമുദായിക വികാരത്തിന്റെ അടിത്തറയിൽ അതിലിടപെടുകയും മനഃപൂർവ്വമല്ലാത്ത ഒരു കൊലപാതകത്തിന് കാരണക്കാരനാവുകയും ചെയ്ത സംഭവം മുതൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളുടെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കേവല സാമുദായിക വികാരം നമ്മെ നയിക്കാൻ പാടില്ല എന്നും സമുദായത്തിനകത്ത് ക്രിമിനൽ മെന്റാലിറ്റിയോടെ പ്രവർത്തിക്കുന്ന ആളുകളെ തിരിച്ചറിയണമെന്നും ഒരിക്കലും നാം അത്തരം ക്രിമിനലുകൾക്ക് സഹായികളായി മാറാൻ പാടില്ല എന്നും അന്യായമായ ഏതൊരു തെറ്റും ഒരു മനുഷ്യന്റെ ജീവഹാനിക്ക് കാരണമാകുന്ന ഏതൊരു ക്രൈമും കുറ്റവും കൃത്യമായ തെറ്റും കുറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷക്ക് അർഹരാകാൻ കാരണമാകുന്ന സംഗതിയാണ് എന്നും അതുകൊണ്ട് സംഭവിച്ചു പോയ തെറ്റിൽ പശ്ചാത്തപിച്ച് അദ്ദേഹം മടങ്ങുകയും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്ത സംഗതിയാണ് ആദ്യ ഭാഗത്ത് പഠിപ്പിക്കപ്പെട്ടത്. തുറന്ന് നാട് വിട്ട് പോന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് അദ്ദേഹം പ്രവാചകനല്ല എന്ന കാര്യം ഓർമ്മയിലിരിക്കട്ടെ. താൻ എത്തിപ്പെട്ട മദിയനിൽ നിസ്സഹായരായി നിൽക്കുന്ന രണ്ടു സഹോദരിമാർക്ക് തൻ്റെ സേവനം ഒരു പ്രതിഫലവും കാക്ഷിക്കാതെ നൽകുകയും
അവരുടെ ആടുകളെ വെള്ളം കുടിപ്പിച്ചു. അദ്ദേഹം തൻ്റെ മാർഗത്തിൽ എത്തിപ്പെട്ട ആ സ്ഥലത്ത് തനിക്ക് ലഭ്യമാകാവുന്ന സഹായങ്ങൾ പ്രതീക്ഷിച്ച് അള്ളാഹുൽ അർപ്പിച്ചിരിക്കുകയും ചെയ്ത സന്ദർഭവും നാം പഠിച്ചു. സേവന മനസ്ഥിതിയും തന്മേച്ചുക്കളായി നിലകൊള്ളുക എന്നതും ഏതൊരു പ്രതിസന്ധിയിലും മുസ്ലിം സമൂഹത്തിൻ്റെ സംസ്കാരവും ജീവിതത്തിൽ അവരുടെ അടയാളവുമായി മാറണം എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അങ്ങനെ ഈ സ്ത്രീകളിൽ ഒരു സ്ത്രീ തിരിച്ചു വന്ന്, ഞങ്ങളുടെ പിതാവ് നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത സേവനത്തിന് പ്രതിഫലം നൽകാൻ, കൂലി നൽകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നറിയിക്കുകയും അള്ളാഹുവോട് നിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന ഏത് സഹായത്തിനും ഞാനിപ്പോൾ അർഹനാണ് കേട്ടോ, അന ഫക്കീർ ഇന്നീ ഫക്കീർ, ഞാനത് ആവശ്യമുള്ളവനാണെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സഹായ ഹസ്തം ഉണ്ടാകുന്നത്. ആ സഹോദരി മുമ്പേ നടക്കുന്നു. മൂസ അവരോട് പറയുന്നു, നിങ്ങൾ പിറകിൽ നടക്കണം. സ്ത്രീകളുടെ പിറകിൽ നോക്കുന്ന ശീലമുള്ളവർ ഞങ്ങൾ, വഴി എന്നെ അറിയിക്കുക, എനിക്ക് വഴി തെറ്റിയാൽ നിങ്ങൾ കല്ലെറിഞ്ഞുകൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടത് നിങ്ങൾ അടയാളമായി കാണിച്ചു തരിക, അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിയുക വലത്തോട്ട് തിരിയുക എന്നിങ്ങനെ നിങ്ങൾ വിളിച്ചു പറയുക. ഞാൻ മുമ്പിൽ നടക്കാം, നീ പിറകിൽ നടന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞ ഭാഗം തഫ്സീർ തൊബരി, ഇബ്നു കസീർ റഹിമഹുല്ല, ഇമാം റാസിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് സഹിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ധാർമ്മികമായ നിലപാട്, നിലവാരം, സദാചാര ബോധം, മൊറാലിറ്റി ഏതവസ്ഥയിലും കൈവിടാൻ പാടില്ല ഒരു മുസ്ലിം സമൂഹം എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കാം. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞെത്തിയ ഭാഗം. അങ്ങനെ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിലെത്തി. ആ പെൺകുട്ടിയുടെ പിതാവ് ഷുഐബ് നബി ആയിരുന്നു അലൈഹി സ്വലാത്തു വസ്സലാം. പെൺകുട്ടികൾ പറയുന്നുണ്ട്, പിതാവേ, ഈ വ്യക്തി നല്ലവനാണ്. ഇന്ന മനിസ്തൽ ഖവിയുൽ അമീൻ, ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്. അൽ ഖവിയു അൽ അമീൻ സവിശേഷമായ അടയാളപ്പെടുത്തലാണ്. ഏതൊരു വിശ്വാസിയും ഈ ഗുണനിലവാരമാണ് സ്വീകരിക്കേണ്ടത്. ശക്തനാണ്, ശാരീരികമായ ശേഷിയുള്ള, കായബലമുള്ള, കരുത്തുള്ള വ്യക്തിയാണ്. ഖവി, അമീനാണ്, വിശ്വസ്തനാണ്, മൊറാലിറ്റിയുള്ള, ഇസ്ലാമിക ധാർമ്മികതയെ മുറുകെ പിടിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് ആ സഹോദരി പറഞ്ഞതായി ഖുർആൻ അടയാളപ്പെടുത്തുന്നു. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയത്. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ശേഷം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എൻ്റെ ഈ പെൺമക്കളിൽ ഒരാളെ നിനക്ക് വിവാഹം കഴിച്ചിടാൻ ആഗ്രഹിക്കുന്നു ഞാൻ. അദ്ദേഹം പറഞ്ഞ വാക്യം സൂറ ഖസസിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു ഖുർആൻ. ഖാല ഇന്നീ ഉരീദു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിശ്ചയം ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അൻകിഹക ഇഹ്ദ ബനതയ്യ ഹാത്തൈനി, ഈ രണ്ട് പെൺമക്കളിൽ ഒരാളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തിടാൻ ഉദ്ദേശിക്കുന്നു. അലാ അൻ തഅ്ജുറനി സമാനിയ ഹിജസ്, 8 വർഷം നീ എനിക്ക് കൂലി വേല ചെയ്യണം. എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ നിന്നുകൊണ്ട് 8 കൊല്ലം കൂലിപ്പണി എടുക്കണം. തഅ്ജുറനി എന്നാണ്. എൻ്റെ വീട്ടിൽ എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കണം, ആടുമേയ്ക്കലും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ 8 കൊല്ലം നീ എൻ്റെ വീട്ടിൽ കൂലിക്ക് പണിയെടുക്കണം, എനിക്ക് ജോലി ചെയ്യണം. അത് 10 വർഷമാക്കി പൂർത്തീകരിക്കണമെങ്കിൽ നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നന്മയാണ്. മഹർ നിശ്ചയിച്ചു എന്നാ മുഫസ്സിരീങ്ങൾ കൃത്യമായിട്ട് പറയാം. വിവാഹത്തിൽ ഒരേ ഒരു ഉപാധിയേ ഉള്ളൂ, അത് മഹ്റാണ്. മഹർ നിശ്ചയിച്ചുകൊണ്ട് വിവാഹം നടത്തുക, മറ്റൊരു ഉപാധിയും ഇല്ലാതിരിക്കുക എന്നത് ഇസ്ലാമികമായ വലിയൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയെ അതേ രൂപത്തിൽ സ്വീകരിക്കാൻ കഴിയാതെ പോയൊരു സമുദായമാണ് നമ്മുടെ കൂടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബോധപൂർവം പറയുന്നതാണ്. അപ്പൊ എൻ്റെ 2 പെൺമക്കൾ ഒരാളെ കെട്ടിച്ചു തരാം, 8 കൊല്ലം നീ ഇവിടെ കൂലിക്ക് പണിയെടുക്കണം. 10 കൊല്ലമാണ് ആവേണ്ടത്, അത് നിനക്ക് പറ്റുമെങ്കിൽ 10 കൊല്ലം തികക്കും എന്ന് അദ്ദേഹം പറയുന്നു. ആ 8 കൊല്ലമല്ല 10 കൊല്ലം തികക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആ ഉപാധി മഹറായി നിശ്ചയിച്ചുകൊണ്ട് 10 കൊല്ലത്തെ തൻ്റെ മുഴു സേവനവും ആ കുടുംബത്തിലെ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് മഹറായി നിശ്ചയിച്ചുകൊണ്ട് അതിലൊരാളെ പ്രവാചകനല്ലാത്ത മൂസ വിവാഹം കഴിച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ മാന്യതയും ധാർമ്മികതയും അദ്ദേഹത്തിൻ്റെ തഖ്വാ ബോധവും ആദർശ വിശുദ്ധിയും ഒക്കെ
എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഭാഗത്തെ സവിശേഷമായി മുഫസ്സിരീങ്ങൾ ഉദാഹരിക്കുന്നുണ്ട്. സംഗതി ഒരു വിവാഹത്തിന്റെ കാര്യമാണ്. കേൾക്കുമ്പോൾ നിസ്സാരമായ സംഗതിയായിട്ട് തോന്നാം. പക്ഷെ മൂസാ നബിയുടെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ അടയാളപ്പെടുത്തലും വലിയ കാഴ്ചപ്പാടുകളാണ്. ഒരു മുസ്ലിം സമുദായം എത്രമേൽ ആ പ്രതീകങ്ങളായ അടയാളപ്പെടുത്തലുകളെ ഉൾക്കൊള്ളണം എന്ന് സവിശേഷമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സമകാലിക പണ്ഡിതന്മാർ. ജനോസൈഡിന്റെ വക്കിൽ അതിന്റെ 9ാം ഘട്ടവും പൂർത്തീകരിക്കപ്പെട്ട ഒരു രാഷ്ട്ര സാമൂഹിക ക്രമത്തിനകത്ത് ആരും സഹായിക്കാനില്ല എന്ന് തികഞ്ഞ ബോധ്യമുള്ളപ്പോൾ നിസ്സംഗരായി നിലകൊള്ളുന്ന ഒരു സമുദായമാണ് നമ്മളെന്ന ഓർമ്മ ഈ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ മുസ്ലിം സമുദായത്തിന് ഉണ്ടാവണം. അള്ളാഹുവിന്റെ സഹായമല്ലാത്ത മറ്റൊന്നും നേരെ ചൊവ്വയെ പറഞ്ഞാൽ നമ്മുടെ മുമ്പിലില്ല. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, നമുക്ക് കരുതാവുന്ന, നമുക്ക് പ്രതീക്ഷ വെക്കാവുന്ന, നമുക്ക് ഉറപ്പുവരുത്താവുന്ന ഒരേ ഒരു സഹായ ഹസ്തം അള്ളാഹുവിൻ്റെതാണ്. എങ്കിൽ ആ അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ അർഹരായിട്ട് മാറുക എന്ന ഒരു ഉപാധി ഏതൊരു ഇത്തരം സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്ന സമുദായത്തിനും ഉണ്ടാവണമെന്ന പാഠഭാഗമാണ് മൂസാ നബിയുടെ ഈ ചരിത്രത്തിലൂടെ ഖുർആൻ ശരിക്ക് പഠിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് മഹർ നിശ്ചയിക്കുകയും മഹർ പെണ്ണിന്റെ അവകാശമായതുകൊണ്ട് അത് പറയാനുള്ള അർഹത പെണ്ണിന്റെ വലിയനാവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട്. അത് അങ്ങനെ തന്നെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. അന്നും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആവട്ടെ. മഹറല്ലാത്ത എന്ത് ഉപാധികളും വിവാഹത്തിൽ കൊണ്ടുവരുന്നു എങ്കിൽ അത്തരം ആളുകൾ നാശത്തിന് വിധേയരാകുമെന്ന് ഒറ്റ വർത്തമാനത്തിൽ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു വെച്ചത് പലപ്പോഴും നിക്കാഹ് ഖുതുബകളിൽ നമ്മൾ കേട്ട് തഴമ്പിച്ച പ്രയോഗമാണ്. തരിപത്തിയതാ, നിന്റെ കൈകൾ മണ്ണ് പുരണ്ടു വട, നീ നശിക്കട്ടെ എന്നാണ്. പ്രവാചകൻ തിരുനബി ഒരു മനുഷ്യന് ശപിക്കുമോ? അദ്ദേഹത്തിന്റെ ഉയർന്ന സ്വഭാവ നിലവാരം വെച്ചുകൊണ്ട് അങ്ങനെ പറയാൻ അഊദുബില്ലാ നമുക്ക് പേടിയാണ്. പക്ഷെ ഇതൊരു ശാപവാക്ക. നീ ഒരിക്കലും ഗുണം പിടിക്കില്ല, നീ വിജയിക്കില്ല, നീ വളരില്ല, നീ ഉയരില്ല, നിന്റെ തലമുറ നശിച്ചത് തന്നെ. തെരിപത്തിയതാ. മഹറല്ലാത്ത മറ്റെന്ത് ലാഭഛേദങ്ങളും കണക്ക് കൂട്ടി വിവാഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരാളും വളരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവരും മണ്ണിൽ കാലുറപ്പിക്കില്ല. ആ സമുദായത്തിന് തമ്പുരാന്റെ സഹായം ഉണ്ടാവില്ല, ആ വ്യക്തിക്കുണ്ടാവില്ല, കുടുംബത്തിനുണ്ടാവില്ല. അങ്ങനെയാണ് ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നെങ്കിൽ അവർക്കും ഉണ്ടാവില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ മാത്രമുള്ള ഭയപ്പാട് നമുക്കുണ്ടാവണം. കാരണം ഈ ചരിത്രം ഖുർആൻ വെറുതെ പഠിപ്പിക്കുന്നതല്ല. അല്ലെങ്കിൽ അദ്ദേഹം വന്ന് കല്യാണം കഴിക്കുന്ന കാര്യമൊക്കെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ? ജനോസൈഡിന്റെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ഒരു പ്രവാചകനെ മുൻനിർത്തി അള്ളാഹു നൽകിയ സഹായങ്ങളെ കുറിച്ച് മാത്രം പറയാനാണെങ്കിൽ മദിയിൽ നിന്ന് തിരിച്ച് ഈജിപ്തിലേക്ക് മടങ്ങുമ്പോൾ പ്രവാചകനായി മാറിയ മൂസായുടെ നിലപാട് മാത്രം പഠിപ്പിച്ചാൽ പോരെ? പ്രവാചകനല്ലാത്ത മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ നിലപാടുകളെ ഇങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇസ്ലാമിൽ ആദർശവും അതിന്റെ സംസ്കാരവും ഒരുപോലെ പ്രധാനമാണ്. ആദർശം, ഐഡിയോളജി, വിശ്വാസകാര്യങ്ങൾ, അതനുസരിച്ച നിലപാടുകൾ, അത് രണ്ടും ചേരുന്നതാണ് ആദർശം. ഐഡിയോളജിയും സ്ട്രാറ്റജിയും എന്നതിന് പറയണം. ആദർശം കേവലം വിശ്വാസ കാര്യങ്ങൾ മാത്രമല്ല, ഈമാൻ കാര്യങ്ങൾ മാത്രം, ഇസ്ലാം കാര്യം മാത്രം, ബാക്കിയെല്ലാം ക്ലിയറായി ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് മനസ്സിലാക്കിയവരെ നമ്മൾ. ഈമാൻ കാര്യം 6ഉം പഠിച്ചു, ഇസ്ലാം കാര്യം 5ഉം പഠിച്ചു. ഈ 6ഉം 5ഉം പഠിച്ച ആളുകളുടെ ജീവിതവും അപ്പുറത്തുള്ളവരുടെ ജീവിതം തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അവർക്കൊരു നിലപാടും വ്യതിരിക്തമായിട്ട് കാണാനില്ല. പള്ളിയിൽ പോയി നിസ്കരിച്ചിറങ്ങുന്ന മുസ്ലിമും, ചർച്ചിൽ പോയി കുർബാന കഴിഞ്ഞിറങ്ങുന്ന ക്രിസ്ത്യാനിയും, അമ്പലത്തിൽ പോയി പൂജ കഴിഞ്ഞുന്ന ഹിന്ദുവും ജീവിത രംഗത്ത് ഒരേപോലെ തന്നെ, ഒരു വ്യത്യാസവുമില്ല. അവരുടെ ജീവിതം, കാഴ്ചപ്പാട്, സംസ്കാരം, വിവാഹം, സാമ്പത്തികം, കച്ചവടം, രാഷ്ട്രീയം എല്ലാം ഒരുപോലെ തന്നെ. ഈ ഒരു അവസ്ഥയല്ല സംഭവിക്കേണ്ടത്. അപ്പൊ ഇസ്ലാമിന്റെ ആദർശം മുറുകെ പിടിച്ചാൽ ആ ആദർശം പഠിപ്പിക്കുന്ന സംസ്കാരവും മുറുകെ പിടിക്കാൻ കഴിയണം. വിവാഹം ഇസ്ലാമിന്റെ സാംസ്കാരിക രംഗത്തെ ഒരു അടയാളപ്പെടുത്തലാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് വിവാഹത്തിന് ആ നിലയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അവിടെ ഇസ്ലാമിന്റെ സംസ്കാരം പാലിക്കാൻ കഴിയണം. അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും കൃത്യമായി പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങൾ അവിടെ ഉണ്ടല്ലോ, നമുക്കറിയാം. അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും ഒരു വിഷയത്തിൽ നമ്മെ ഒരു കാര്യം പഠിപ്പിച്ചാൽ പിന്നെ അവിടെ നമുക്ക് സ്വന്തം അഭിപ്രായം പാടില്ല. അത് ഉൾക്കൊള്ളാൻ ഇന്നും മുസ്ലിം സമൂഹത്തിന് പറ്റിയിട്ടില്ല. അതുകൊണ്ട് സാമ്പത്തികമായ അന്യായങ്ങൾ, പലിശ മുതൽ അങ്ങോട്ട്, വൈവാഹിക രംഗത്തെ സംഗതികൾ,
തെരുവിലെ അവരുടെ നിലപാടുകൾ, അവരുടെ രാഷ്ട്രീയ ജീവിതം ഒക്കെ പഠിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. കാരണം ഇസ്ലാം ഒരുപാട് കാര്യം പഠിപ്പിച്ചിരിക്കും, പക്ഷെ അവരെ സ്വീകരിക്കില്ല. എന്നാൽ അവർ നമസ്കരിക്കുന്നവരാണ്, ദിക്ർ ചൊല്ലുന്നവരാണ്, ഹജ്ജിനും ഉംറക്കും പോകുന്നവരാണ്. ജനിച്ചാൽ ഇങ്ങനെ, മരിച്ചാൽ അങ്ങനെ, വിവാഹത്തിൽ ഇങ്ങനെ, ഇമാമ് പങ്കെടുത്ത് ഇങ്ങനെ, ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അവരുടെ സംസ്കാരം അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു. ഇസ്ലാമിലെ സംസ്കാരവും ഒരുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് വിശ്വാസം സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഏതേത് രംഗത്ത് അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും കൃത്യമായ നിലപാട് പഠിപ്പിച്ച് അത് പാലിക്കാൻ തയ്യാറാവണം. ഒമാക്കാനല്ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹി വമൻ യഅസില്ലാഹ വറസൂല ഫഖദ് ദല്ല ദലാലൻ മുബീന. സൂറ അൽ-അഹ്സാബ് 36 വചനം. വിശ്വാസിയായ പുരുഷനും വിശ്വാസിനിയായ സ്ത്രീക്കും പാടില്ല, ഭൂഷണമല്ല, പറ്റിയതല്ല, യോജിച്ച കാര്യമല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ, അള്ളാഹു കിതാബിലൂടെയും റസൂലുള്ള ജീവിതചര്യയിലൂടെ ഹദീസിലൂടെ ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചാൽ, ഒരു കാര്യം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ആകാവൂ നിർദ്ദേശിച്ചാൽ, നിങ്ങൾ വിശ്വാസികൾ ഈ നിലപാട് സ്വീകരിക്കണം എന്ന് പഠിപ്പിച്ചാൽ, അവിടെ നമുക്ക് സ്വന്തം അഭിപ്രായം പാടില്ല. ഇവിടെ വിശ്വാസി സമൂഹങ്ങളുടെ അഭിപ്രായത്തിന് സഹോദരൻ വിവാഹ രംഗത്ത് വന്നുകൂടി എല്ലാം നിങ്ങൾ പരിശോധിച്ചു നോക്കും. അങ്ങ് തെക്കിലേക്ക് പോയാൽ സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യയും കൊലപാതകവും മുസ്ലിം സമുദായത്തിനകത്താ. കുറച്ച് മുമ്പ് 3-4 മാസം മുമ്പ് ഒരുപാട് സംഭവങ്ങൾ പത്തിൽ വന്ന ഓർമ്മയുണ്ടാകുന്നു. ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കും, അപ്പൊ കിട്ടിയ വിഷയങ്ങളൊക്കെ വിരൽത്തുമ്പിലുണ്ടല്ലോ ഈ സാധനം. ഇങ്ങ് വടക്കോട്ട് വന്നാൽ വിവാഹ രംഗത്തെ വഷളത്വം, ആ സദസ്സിലിരിക്കുന്ന മുഴുവൻ മനുഷ്യന്റെയും അന്തസ്സിനെ നിരാകരിച്ചുകൊണ്ട്, ഡിഗ്നിറ്റിയെ താറുമാറാക്കിക്കൊണ്ട് മയ്യത്ത് കെട്ടിൽ വരുന്ന പുയ്യാപ്പിളാണ്, JCB കയറി വരുന്നവൻ, നേഴ്സറി വേഷം ധരിപ്പിച്ച് കുപ്പിപ്പാലും വായത്തിനെ കൊണ്ടുവരുന്ന ഇത്തരം ഒരുപാട് വൃത്തികേടുകൾ, വാഹനത്തിലും അല്ലാതെയും തെരുവിൽ കോപ്രായങ്ങൾ. അങ്ങനെ പോലീസ് നിയമം ഉണ്ടാക്കിയിരിക്കുക ഇങ്ങ് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക്. അപ്പൊ അങ്ങനെ നിയമം, റോഡ് ബ്ലോക്ക് ആകാതിരിക്കുക, വിവാഹത്തിന്റെ പോക്കും വരും. ഇതൊക്കെ ഈ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ സംഭാവനയാണ്. ഏതാണ് ഈ സമുദായം? കേരളത്തിലെങ്കിലും ഒരു മുസ്ലിമും ഇല്ല ഏതെങ്കിലും ഒരു മഹലിൽ പേര് ചേർക്കപ്പെടാത്തവരായിട്ട്. സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെട്ട കുറെ പണ്ഡിതന്മാരും സംഘടനകളൊക്കെ ഉണ്ട് ഇവിടെ. വയലും ഉറുതിയും ഇടതള്ള നടന്നുകൊണ്ടിരിക്കുക. ഈ സമുദായം നന്നാകാതെ പോയതിന്റെ ദുരന്തത്തെ കുറിച്ച് നമ്മൾ ആരോട് പരാതി പറയും? അങ്ങനെ ഈ സാമൂഹിക ക്രമത്തിനകത്ത് മറ്റു ഇതര സമൂഹത്തിലില്ലാത്ത, മതസമൂഹത്തിലില്ലാത്ത വഷളത്വം കാഴ്ചവെച്ച് ഒടുവിൽ പപ്പടത്തിനും പാസിനും അടിയുണ്ടാക്കുന്ന കൂട്ടം. പുയ്യാപ്പിളിന്റെ കൂടെ വന്ന ചെക്കന്മാരെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി പോലീസ് വരേണ്ട രംഗം. ഇതൊക്കെ മുസ്ലിം സമുദായത്തിൽ മാത്രം കാണുന്ന കാര്യം. സംസ്കാരമാണെന്ന് മനസ്സിലാക്കിയില്ല. ആദർശവും സംസ്കാരവും ഒരുപോലെ പ്രധാനമാണ്. അപ്പൊ വിവാഹത്തിന്റെ അബുദിയായ ആരാധനാപരമായ ഭാവം ഉണ്ടതിന്. അത് നിസ്കാരം പോലെ ഒരു ആരാധനയല്ല. പക്ഷെ രണ്ടു വ്യക്തികളുടെ ഇസ്ലാമികമായ ആദർശ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിലെ മർമ്മമാണ് നിക്കാഹ്. അതുകൊണ്ട് എല്ലാ നിക്കാഹുകളിലും നമുക്ക് ആവർത്തനം കൊണ്ട് ഗതികെട്ട് പോകാവുന്ന പ്രയോഗങ്ങളായിട്ട് ബാക്കി 3/2 അല്ലെങ്കിൽ പകുതി ദീനിന്റെ ഭാഗം പൂർത്തീകരിക്കപ്പെടുന്ന നിക്കാഹ് കൊണ്ട് ബാക്കിയുള്ള രംഗത്ത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കട്ടെ എന്ന് എല്ലാ നിക്കാഹുകളിലും ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ആദർശാദർശ ജീവിതത്തിന്റെ ക്രമമാണ്. അതിന് ഇത്രമേൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആ നിലക്കുള്ള തഖ്വയുടെ നിർഭരമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കണം നടക്കേണ്ടത്. അത് ഈ ആദർശത്തിന്റെ താല്പര്യം അനുസരിച്ച് സംസ്കാരം മുറുകെ പിടിക്കണം. എന്നീ സമുദായം മറന്നുപോയെങ്കിൽ മൂസാ നബി കല്യാണം കഴിക്കുമ്പോൾ മഹറായി നിശ്ചയിച്ച കാര്യം ഖുർആൻ പറയുന്നത് എന്തിനെന്ന് ഓർമ്മയുണ്ടാവണം ഈ സമുദായത്തിൽ. നിങ്ങൾ ഈ മണ്ണിൽ കാലുറപ്പിക്കണമെങ്കിൽ തമ്പുരാന്റെ കൽപ്പന പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങളുടെ നിസ്കാരത്തഴമ്പ് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ല. നിങ്ങളുടെ താടിയും തൊപ്പിയും മതിയാവില്ല ഈ പ്രശ്നത്തിന് പരിഹാരമായി. നിങ്ങളുടെ നിലപാടുകൾ ഇസ്ലാമികമായിരിക്കണം എന്ന് കൃത്യമായി സംഭവം പഠിപ്പിക്കാം. സദസ്സിലേക്ക് അങ്ങ് ചെന്നാൽ നേരത്തെ മൂസാ നബി പറഞ്ഞില്ല, നീ മുമ്പിൽ നടക്കണ്ട, കാറ്റിൽ നിന്റെ വസ്ത്രം ഇളകിയാടുകയും നിന്റെ ശരീരത്തിന് നിമ്നോന്നതങ്ങൾ വെളിപ്പെടുന്ന അവസ്ഥ, അത് എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങനെ അതിലേക്ക് നോക്കുന്ന ഒരാളല്ല, പിറകിലേക്ക് നടക്കുന്ന പറയുമ്പോൾ നിലപാടാണ്. ഏത് നിസ്കാരത്തഴമ്പുകാരനാവട്ടെ, പർദ്ദയും അഫ്തയിട്ട് ഉമ്മയാവട്ടെ, കല്യാണത്തിന്റെ അന്ന് തന്റെ പെൺകുട്ടിയെ പരമാവധി എത്ര പ്രദർശിപ്പിക്കാൻ പറ്റും എന്നിടത്താണ് കാഴ്ചപ്പാട്. ആ സദസ്സിലേക്ക് വരുന്നവന്റെ കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇടകലരും കൂടിക്കലരും ഒക്കെ ആയിട്ട് പിന്നെ ദിവസങ്ങൾ നീണ്ട ആഘോഷങ്ങളും പാട്ടും കളിയും ചാട്ടവും ഒക്കെ ആയിട്ട് എന്ത് തോന്യാസവുമാകാവുന്ന ഒരു സമുദായം തമ്പുരാൻ ഇറങ്ങി വന്ന് രക്ഷിക്കുന്നു വിചാരിച്ചാൽ സംഭവിക്കില്ല. നിങ്ങൾ അടി കൊണ്ടുകൊണ്ടേ ജീവിക്കൂ.
നിങ്ങൾ ഈ ശിക്ഷക്ക് അർഹരാണ്, തമ്പുരാന്റെ സഹായത്തിന് യോഗ്യരല്ല എന്ന് നമ്മളോട് പറയാതെ പറയുകയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം. ഇങ്ങനെ പഠിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ സമുദായത്തിന് വളരാൻ കഴിയൂ. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് മുഖത്തിൽ ഓതി വെച്ച സൂക്തം സൂറ അൽ ബഖറ 138 സിബ്ഗത്തല്ലാഹ് വമൻ അഹ്സന മിനല്ലാഹി സിബ്ഗ വനഹ്നു ലഹു ആബിദുൻ. സിബ്ഗത്തല്ലാഹ്, നിങ്ങൾ പടച്ചവന്റെ വർണ്ണം സ്വീകരിക്കണം. ഇസ്ലാമിന് നിറമുണ്ടോ? വർണ്ണം ഒരു സംസ്കാരത്തിന്റെ രീതിയാണ്. വർണ്ണങ്ങൾ ചേരുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ഇസ്ലാമിന്റെ വർണ്ണങ്ങൾ. നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങൾ, നിങ്ങളുടെ സാംസ്കാരിക തലം, നിങ്ങളുടെ വൈവാഹിക രംഗം, നിങ്ങളുടെ സാമ്പത്തിക രംഗം, നിങ്ങളുടെ രാഷ്ട്രീയ രംഗം, നിങ്ങളുടെ സ്വകാര്യത, അത് വർണ്ണങ്ങളാ. ഇങ്ങനെ കുറെ വർണ്ണങ്ങൾ ചേർത്ത ഒരു വർണ്ണം പഠിപ്പിച്ചു ഇസ്ലാം. ആ വർണ്ണങ്ങളെ കളഞ്ഞു നിസ്കാരക്കാരും ദിക്റുകാരുമായിട്ട് അങ്ങ് തിറാത്ത് പാലം കിടക്കാൻ വിചാരിച്ചാൽ സംഭവിക്കില്ല. സംഭവിക്കില്ലെന്ന് പറയാൻ നമ്മളാരും ഭയപ്പെടേണ്ട കാര്യമില്ല. സിബ്ഗത്തല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുവിൻ. വമൻ അഹ്സന മിനല്ലാഹി സിബ്ഗ, നിങ്ങൾ സ്വീകരിക്കേണ്ട രീതി, ശൈലി, സംസ്കാരം, കൾച്ചർ, സ്ട്രാറ്റജി, നിലപാടുകൾ എല്ലാം ഏറ്റവും നന്നായി പഠിപ്പിച്ചത് അള്ളയാണ്. അള്ളാഹുവിനേക്കാൾ നന്നായിട്ട് ഇത് പഠിപ്പിക്കാൻ പറ്റിയ വേറെ ആരുണ്ട്? നിങ്ങൾ വേറെ സംസ്കാരങ്ങളെ, രീതികളെ, ശൈലികളെ സ്വീകരിച്ചിരിക്കണല്ലേ. നിങ്ങളുടെ തന്നിഷ്ടം, നിങ്ങളുടെ സ്വേച്ഛ, നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഭൗതികത, നിങ്ങളുടെ ഇക്കിളികൾ, നിങ്ങളുടെ വിനോദം, ഇതൊക്കെയാണ് നിങ്ങളെ നയിക്കുന്നത്. അതിനെല്ലാം പതിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കും. വമൻ അഹ്സന മിനല്ലാഹി സിബ്ഗ, അള്ളാഹുവിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് യോജിച്ച സംസ്കാരം, വർണ്ണം പഠിപ്പിക്കാൻ വേറെ ആരാണുള്ളത്? എന്നിട്ട് നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കുവാൻ നഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അള്ളാഹുവിന് പൂർണ്ണമായും വഴിപ്പെട്ടവരാണ്. നമ്മൾ കൊണ്ടുപോയി പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ മാത്രമേ പഠിപ്പിച്ചു. വഴിപ്പെടുക. പൂർവ്വസൂരികളായ മുഫസ്സിരീങ്ങൾ അറബി മലയാളത്തിൽ വിശുദ്ധ ഖുർആനിൽ പരിഭാഷ എഴുതിയ പഴയ കേരളം. അന്ന് മലയാളത്തിന് പുരോഗമിച്ചില്ല, മുസ്ലിമിന്റെ വശമല്ല അത്രത്തോളം. അറബി മലയാളത്തിൽ തഫ്സീർ എഴുതിയ പഴയ തഫ്സീർ വായിച്ചു നോക്കൂ. അവിടെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിനക്ക് മാത്രം വഴിപ്പെടുന്നവരാണെന്നാണ് അർത്ഥം. വഴിപ്പെടുക, നല്ല പ്രയോഗം. ആബിദ്, വഴിപ്പെടുക. വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അവന് മാത്രം വഴിപ്പെടുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റണം. കേവലം നിസ്കാരം, നോമ്പ് അല്ലാഹുവിന് കൊടുത്ത് ബാക്കി എങ്ങനെയും ആകാൻ ആരോ നമ്മൾ പഠിപ്പിച്ചപ്പെടാം. ഈ സമുദായം എങ്ങനെയായി അങ്ങനെ പഠിപ്പിച്ച മുഴുവൻ സംവിധാനങ്ങളും നാളെ പ്രതികളായിട്ട് വരും പറഞ്ഞുകൊടുത്തു. അങ്ങനെ എഴുതിയും പഠിപ്പിച്ച് ഈ സമുദായത്തെ വിവിധം, അവരുടെ ജീവിതവും അവരുടെ സംസ്കാരവും അവിടെ ആരാധനയുടെ ജീവിതം രണ്ടാക്കി മാറ്റിയ കൂട്ടർ പ്രതികളാണ്. ഈ സമുദായത്തിന്റെ നാശത്തിൽ അവർക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് സിബ്ഗത്തല്ലാഹ് വമൻ അഹ്സന മിനല്ലാഹി സിബ്ഗ വനഹ്നു ലഹു ആബിദൂൻ, നിങ്ങൾ അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുവിൻ. അള്ളാഹുവിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ചേരുന്ന സംസ്കാരത്തെ, വർണ്ണത്തെ, നിലപാടിനെ, കാഴ്ചപ്പാടിനെ നൽകാൻ പറ്റിയ വേറെ ഒരു ശക്തി കേന്ദ്രം ഏതാണുള്ളത്? എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിക്കും, ഈ സമുദായം ഇങ്ങനെ പ്രഖ്യാപിക്കുക, വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അവന് മാത്രം പൂർണ്ണമായും വഴിപ്പെട്ടവർ. അങ്ങനെ തമ്പുരാന്റെ വഴിയിലാവുക. അപ്പൊ തമ്പുരാന്റെ വഴിയിലാവുന്നതിന്റെ ഭാഗമാണ് മൂസയുടെ ഈ നിലപാടുകളെല്ലാം. അന്ന് പ്രവാചകനല്ലാത്ത മൂസ, അത് ചില അടയാളങ്ങളാണ്, ഈ സമുദായം സ്വീകരിക്കേണ്ട അടയാളങ്ങൾ. അവിധമുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ഇങ്ങനെയാണ് മൂസ നബി മദ്യനിൽ ഒരു കുടുംബത്തിൽ അംഗമായി വിവാഹിതനായി ജീവിക്കുന്നത്. അവിടെ എത്തിയിരിക്കുക ചരിത്രം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഘട്ടം വരെയുള്ള ജീവിത നിലപാടുകൾ വലിയ പാഠമായിട്ട് ഖുർആൻ ഇങ്ങനെ എടുത്തുദ്ധരിച്ചതിന് മുഫസ്സിരീങ്ങൾ ധാരാളമായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുക. സമകാലിക പണ്ഡിതന്മാർ ഈ വിഷയത്തെ സവിശേഷമായ പഠനമാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഈ സംസ്കാരം വളരെ മോശമാണ് ഈ കാലഘട്ടത്തിൽ. അങ്ങനെയുള്ള സംസ്കാരം നമുക്കിടയിൽ അത് കടന്നു വന്നിരിക്കാം. ആണ് ആണിനെ വെളുക്കുന്ന, ആണ് പെണ്ണ് പെണ്ണിനെ വെളുക്കുന്ന, ആണിന് ആണിനെയും പെണ്ണിനെയും വെളുക്കാവുന്ന, പിന്നെ ബന്ധുരതി വേണമെന്ന് വിളിച്ചു പോകുന്ന, അച്ഛന് മകളുമായി, അമ്മക്ക് മകനുമായി, സഹോദരൻ സഹോദരിയുമായി, മൂത്തച്ഛന് ഇളയച്ചിയുമായി, ഇങ്ങനെയൊക്കെ വേണം എന്ന് വിളിച്ചു പോകുന്ന, പവിത്രമായ സകല ബന്ധങ്ങളെയും ലൈംഗിക കണ്ണോടെ കാണുന്ന വൃത്തികേട്, ബന്ധുരതി, അത് വേണമെന്ന് വിളിച്ചു പോകുന്ന, മൃഗരതിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കും. നിങ്ങൾക്ക് കന്നുകാലിയെ കൊണ്ട് ഭാരം വഹിപ്പിക്കാം, ചുമടെടുപ്പിക്കാം, എങ്കിലെന്തുകൊണ്ട് ഞങ്ങൾക്ക് അവയെ ലൈംഗികമായി ഉപയോഗിച്ചുകൂടാ എന്നൊക്കെ വലിയ വർത്താനം പറയുന്ന ഈ വൃത്തികേടുണ്ടല്ലോ. ഈ വൃത്തികേട് ഏറ്റെടുത്ത സമുദായത്തിലെ ആളുകളുണ്ട് ഇവിടെ. അൾട്രാ സെക്കുലറിസ്റ്റ്, അൾട്രാ ഫെമിനിസ്റ്റ്, അൾട്രാ ലിബറലിസ്റ്റ് കാഴ്ചപ്പാടിന്റെ ഭാഗമായി
നിസ്കാരത്തഴമ്പുകാരുടെ മക്കളും പേരമക്കളും ഒക്കെ എന്ത് നിലപാട് സ്വീകരിക്കുന്നു നിങ്ങൾ പഠിച്ചു നോക്കണം. വിവാഹമേ വേണ്ടെന്ന് വെച്ചവർ, വിവാഹം കഴിക്കുകയാണെങ്കിൽ വേറെ ഉപാധി വെച്ചവർ, അതൊക്കെ സമുദായത്തിൽ നിന്ന് പ്രശ്നങ്ങളാണ്. മഹല്ലുകൾ നിങ്ങൾ തപാത്തി നോക്ക്, വിവാഹമോചനവുമായി ബന്ധപ്പെട്ട അപേക്ഷകളുടെ എണ്ണപ്പെരുക്കം കൊണ്ട് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പോയ മാതാപിതാക്കളും മഹല്ലും പിന്നെ സംഘടനകളും, ഇതൊക്കെ സമുദായത്തിന്റെ നാശം. അപ്പൊ ഈ രീതിയിൽ നിലപാടിലേക്കത പോയി മറ്റു സംസ്കാരങ്ങൾ കടന്നു കയറുകയാണ്. ഫലസ്തീന്റെയും ജോർദാന്റെയും പരിസരത്തൊരു ചെങ്കടലുണ്ട്, ഒരു ചാവുകടലുണ്ട്, ബഹ്റുൽ മൈ, ഡെഡ് സീ. ആ ഡെഡ് സീയുടെ പ്ലിന്ത് ഏരിയക്കകത്തൊരു സമൂഹം കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട്. ലൂത്ത് നബിയുടെ ജനത, ചരിത്രം നമുക്കറിയാം, ബൈബിൾ പഠിപ്പിക്കുന്നു, ഖുർആൻ സവിസ്തരം പഠിപ്പിക്കുന്നു. എന്തേ കാരണം? ഇസ്ലാം മുമ്പിൽ വെച്ച ആദർശവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് വൈവാഹിക കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം കഴിച്ച് തന്റെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് ആണും പെണ്ണും സമൂഹത്തെ അറിയിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആ വൈവാഹിക കാഴ്ചപ്പാടിന്റെ കീഴ്മേൽ മരിച്ചുകൊണ്ട് തന്റെ ലൈംഗിക ചോദനകളുടെ പൂർത്തീകരണത്തിന് ആണിന് തീർന്ന വൃത്തികൾ ലോകത്ത് തുടങ്ങിയത് അവിടെയാണ്, സദൂം ഗോത്രത്തിൽ. അള്ളാഹ് ഒരു പ്രവാചകനെ അയച്ചു. പ്രവാചകൻ അക്ഷീണം അനവരതം പണിയെടുത്തു. പിൻവാങ്ങാൻ തയ്യാറില്ല ഈ വൃത്തികെട്ട സംസ്കാരത്തിന്റെ ആളുകൾ, പിൻവാങ്ങാൻ തയ്യാറാവില്ല. അത് ഈ വൃത്തികെട്ട സംസ്കാരത്തിന്റെ കുഴപ്പമാണ്, അതൊരു അഡിക്ഷനാണ്. പക്ഷെ അന്ന് പെണ്ണിനെ വേൾക്കുന്ന, ആണിനെയും പെണ്ണിനെയും വേൾക്കുന്ന ബന്ധുരതി മൃഗതി വൃത്തികൾ അന്ന് തുടങ്ങിയിട്ടില്ല, ഈ സമയത്ത് കാലത്ത് തുടങ്ങിയതാ. യൂറോപ്യൻ കൾച്ചറിന്റെ കടന്നുകയറ്റത്തിൽ മനുഷ്യരുടെ ഇസങ്ങൾ, നമ്മൾ പിന്തുണ കൊടുക്കുന്ന ഇസങ്ങളെല്ലാം ഇസ്ലാമിന്റെ കടക്കൽ കത്തിവെക്കുന്നവരാണ്. അത് നേരെ ചൊവ്വേ മനസ്സിലാക്കിയ ഒരാൾക്ക് വല്ലാതെ മുദ്രാവാക്യം വിളിക്കാൻ കഴിയില്ല. നിസ്കാരം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ പണം, നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ നൈപുണികൾ, നിങ്ങളുടെ നേതൃപാടവം, നിങ്ങൾ ഏത് ഇസത്തിന് വേണ്ടി ചെലവഴിച്ചുവോ നിങ്ങൾ പ്രതികളാം തമ്പുരാന്റെ മുമ്പിൽ. നിങ്ങൾ നാളെ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും. കാരണം നിങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ആധാരമായി വേദങ്ങൾ പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച, പ്രവാചകന്മാർ പഠിപ്പിച്ച, മഹാമനീഷിമാർ പഠിപ്പിച്ച സകല ധർമ്മങ്ങൾക്കും എതിരാണ് നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനം. അതുകൊണ്ട് നിങ്ങളും പ്രതികളാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ സമുദായം പഠിക്കേണ്ടതില്ല റക്കാത്തുകളുടെ എണ്ണപ്പെരുക്കം കൊണ്ടോ ദിക്ർ സ്വലാത്തിന്റെ എണ്ണം പെരുക്കിയതുകൊണ്ടോ സിറാത്ത് പാലം കടക്കണം. അങ്ങനെ ഒരു സിറാത്ത് പാലം ഇല്ല. അത് കടക്കാൻ ഇത്തിരി പണിയാ. അത് കടക്കണമെങ്കിൽ ഇസ്ലാം നിങ്ങളുടെ ആദർശമായിരിക്കണം. ഇസ്ലാമിന്റെ കൾച്ചർ നിങ്ങളുടെ സംസ്കാരം സിബുകത്തായിട്ട് മാറണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒട്ടും അല്ലാഹുവിന് വിലമതിക്കപ്പെടുകയില്ല. നിങ്ങൾ ഈ മണ്ണിൽ കാലുറപ്പിക്കുകയില്ല. അടികൊണ്ടുകൊണ്ടേ നിങ്ങൾ ജീവിക്കും എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ ഇസ്ലാം. അതുകൊണ്ട് ഈ പറയുന്ന വൃത്തികേടിന് പിന്തുണ കൊടുക്കുന്ന ഇസങ്ങളുടെ സപ്പോർട്ടേഴ്സ് ആയിട്ട് മാറാതെ ശരിയായ ഇസ്ലാമിന്റെ സംസ്കാരത്തെ ഏത് പ്രതിസന്ധിയിലും മുറുകെ പിടിക്കും. ഇവിടെ പ്രതിസന്ധിയിലാണ് മൂസ ഉള്ളത്. ജന്മനാട്ടിൽ നിന്ന് നാട് വിട്ടു പോന്നിരിക്കുക, ഭരണകൂടം കൊല്ലാൻ വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുക, അന്യനാട്ടിലെത്തിയിരിക്കുക, പരിചയക്കാരാരുമില്ല, അഭയം കിട്ടുമെന്ന് അറിയില്ല. ഇങ്ങനെ പ്രതിസന്ധിയുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ഉന്നതമായ സ്വഭാവശുദ്ധിയും തഖ്വയും ധാർമ്മിക നിലവാരവും മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം തുടരുകയാണ് ജനസേവനത്തിന്റെ പാതയിൽ. ആ പെൺകുട്ടികളെ സഹായിച്ചുകൊണ്ട്, അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട്, തവക്കുലാക്കിക്കൊണ്ട്, അവന്റെ സഹായത്തിന് തേടിക്കൊണ്ട്, രക്ഷപ്പെടുന്ന ഘട്ടത്തിലും അവനിൽ അർപ്പിച്ചു, നാട്ടിലെത്തിയപ്പോൾ അവൻ അർപ്പിച്ചു. ഏത് സേവനത്തിന്റെ പിറകിലും പടച്ചവനെ വല്ല നന്മ നീ എന്നോട് കാണിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്കത്, ഞാൻ അതിന് അർഹനാണ് കേട്ടോ, എനിക്കത് വേണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ തഖ്വയും തവക്കുലും ഈമാനും ഇസ്ലാമും, ഈമാൻ ഉറച്ച വിശ്വാസം, ഇസ്ലാം അള്ളാഹുവിന് സമർപ്പണം, തഖ്വ അള്ളാഹുവിന്റെ വിധിവിലക്ക് പാലിച്ചുകൊണ്ടുള്ള നിലപാടുകൾ, തവക്കുൽ അള്ളാഹുൽ ബരമേൽപ്പിച്ച് മുന്നോട്ടുള്ള പ്രയാണം. ഈമാൻ, ഇസ്ലാം, തഖ്വ, തവക്കുൽ, ഇഹ്സാൻ ഖുർആൻ സവിശേഷം പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. അത് മുറുകെ പിടിച്ചെത്തിയ മുന്നോട്ട് പോയപ്പോ ഭൗതിക ശക്തിയേക്കാൾ ധാർമ്മിക മൂല്യങ്ങൾക്കാണ് വിജയം എന്ന ഉറച്ച ബോധ്യം മൂസാ നബി കാഴ്ചവെക്കാം. നമുക്കുണ്ടാവേണ്ട ബോധ്യം അതാണ്. ഫറോവയുടെ ഭൗതികമായ സർവാധിപത്യവും കുതന്ത്രങ്ങളും നിലനിൽക്കെ തന്നെ തികച്ചും നിസ്സഹായനായ ഒരു മനുഷ്യൻ ധാർമ്മിക കരുത്തിന്റെയും ദൈവവിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം ജീവിതം കെട്ടിപ്പടുത്തതും ഒടുവിൽ അതേ ഫറോവയുടെ ആധിപത്യത്തെ പ്രകൃതിപരമായി തന്നെ അതിജീവിച്ചതുമായ ചരിത്രമാണ് മൂസയുടെ ചരിത്രം എന്ന് ഈ സമുദായം ഓർക്കേണ്ടതുണ്ട്. പല ഉറ ഓർക്കേണ്ടതുണ്ട്. കേവലം കഥയല്ല. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തെ അതിജയിക്കാൻ തമ്പുരാന്റെ സഹായമല്ലാതെ മറ്റൊന്നില്ല നമ്മുടെ മുമ്പിലെങ്കിൽ ഈ ബോധ്യം എത്രത്തോളം നാം കുടിച്ചിറക്കണം, നമ്മുടെ ഹൃദയ മസ്തിഷ്കം എത്രത്തോളം ഊന്നൽ
ചെലുത്തണമെന്ന് വിനയപുരസം ചിന്തിക്കുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ ധാർമ്മികത മുറുകെ പിടിക്കുമ്പോൾ ബാഹ്യമായ എത്ര വലിയ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെയും അള്ളാഹുവിന്റെ പ്രത്യേക പിന്തുണയോടെ അതിജീവിക്കാൻ സാധിക്കും എന്ന ഉറച്ച ബോധ്യം നമ്മിൽ ഉണ്ടാകുന്ന കാലത്ത് സഹോദരന്മാരെ, ഈ സമുദായത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാതെ സമുദായം നന്നാക്കാൻ ആർക്കും കഴിയില്ല. മഹല്ല് സംവിധാനങ്ങൾക്ക് വോയിസ് ഇല്ല, അവിടുത്തെ പണ്ഡിതന്മാർക്കും വോയിസ് ഇല്ല. അവർ കൂലിക്ക് പണിയെടുക്കുക, പാവങ്ങൾ. ഈ സംവിധാനം കൊണ്ടുനടക്കുന്ന രാഷ്ട്രീയക്കാരാ. ഓരോ രാഷ്ട്രീയ പാർട്ടിയും സംഘടന അവന്റെ ആളുകളെ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മഹല്ല് സംവിധാനത്തിൽ അംഗമായി എത്താൻ രാഷ്ട്രീയക്കാരൻ കാണിക്കുന്നതിനേക്കാൾ മോശമായ വോട്ട് പിടുത്ത രീതി സ്വീകരിക്കുന്ന മഹല്ലുകളെ നമുക്കറിയാം, പ്രഗത്ഭമായ മഹല്ലുകൾ കേരളത്തിൽ. ഇതൊക്കെയാണ് ഈ സംവിധാനത്തിന്റെ ആകെ അവസ്ഥ. ഇങ്ങനെ ജീർണിച്ച ഒരു സംവിധാനത്തിന് ഒരു സമുദായത്തെ ആദർശവൽക്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്ന പാഠം നമ്മൾ ഓർത്തു വെക്കുക. സൂറ അത്വലാഖിലെ 2-3 വചനങ്ങൾ. അള്ളാഹുവിന്റെ ആദർശത്തെ യഥാവിധി മുറുകെ പിടിച്ച് തക്കുവ, ആ ആദർശാനുസൃതമായ നിലപാട് സ്വീകരിച്ച് ആര് മുന്നോട്ട് പോകുന്നുവോ, മഖ്റജ, അവനൊരു എക്സിറ്റ് അലർട്ട് കൊടുക്കുന്ന, എക്സിറ്റ്, ഒരു കുടുക്കിൽ രക്ഷപ്പെടാനുള്ള വഴി, ഒരു സേഫ്റ്റി വാൾ. എക്സിറ്റ് മഖ്റജ്. ഗൾഫ് നാട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ റോട്ടിൽ നിന്ന് ഹൈവേ നിന്ന് പുറത്തിറങ്ങാൻ എക്സിറ്റ് കാണാം, മഖ്റജ് എന്ന് എഴുതുക. ഇതൊരു കുടുക്ക, നമ്മൾ എത്തിപ്പെട്ടിരുന്ന് കുടുക്കി. ഇന്ത്യൻ അവസ്ഥയിൽ നമ്മൾ കുടുക്കില്ല. അതിലൊരു മഖ്റജ് ഉണ്ട്, ഒരു എക്സിറ്റ്. ആരാ എക്സിറ്റ് പഠിപ്പിക്കുക? അള്ളാഹ് പഠിപ്പിക്കുക. നിങ്ങൾ ഈ കുടുക്കിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു എക്സിറ്റേ ഉള്ളൂ, ഒരു സുരക്ഷിതമായ വാൾവ്. അതിലൂടെ രക്ഷപ്പെടാൻ പറ്റും. ആ വാൾവ് എന്താ? വമയത്തഖില്ല. അതാണ് തഖ്വ. കേവലം ആരാധന ഭംഗിയെ നിർവഹിക്കുന്ന ഒരാൾ മുത്തഖിയാണെന്ന് ചോദിച്ചാൽ അയാളെ ജീവൻ നോക്കിയിട്ടേ പറയാൻ പറ്റൂ എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പൊ ആരാധന ഭംഗിയായി നിർവഹിക്കണം, പക്ഷെ അത് ജീവിതം സ്വാധീനിക്കണം. അള്ളാഹുവിന്റെ വിധിവിലക്ക് പാലിച്ച് ഇസ്ലാമികമായ ഐഡിയോളജിയും അതിന്റെ സ്ട്രാറ്റജിയും നിലപാടും കൾച്ചറും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു. അവൻ ഈ കുറിച്ച് രക്ഷപ്പെടാൻ അള്ളാഹ് വഴിയുണ്ടാക്കി കൊടുക്കും. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ എല്ലാം അള്ളാഹു റിസ്ക് നൽകുന്ന. റിസ്ക് എന്ന അന്നം മാത്രമല്ല, നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ റിസ്ക് ജനിച്ച മണ്ണിൽ ഇജ്ജത്തോടെ നിലനിൽക്കുക എന്ന അതിനുള്ള അവസരമാണ്. അതാണ് ഏറ്റവും വലിയ റിസ്ക്. വിഭവം തമ്പുരാന്റെ ഭാഗത്ത് ആഗ്രഹിക്കുന്ന വിഭവത. എങ്കിൽ ഈ മണ്ണിൽ കാലുറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനല്ല നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ നൽകും. അള്ളാഹുൽ ബരമേൽപ്പിക്കുന്നുവോ അവന് അല്ല മതി. അല്ല മതി സഹായിക്കാൻ. പക്ഷെ നമുക്ക് നിലപാടുണ്ടാവണം. അല്ല മതി സഹായിക്കാൻ. തവക്കുലില്ലാത്തത് കൊണ്ടാ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ ആൾക്കാർ നിൽക്കുന്നു. സംഘപരിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്ത് പണിയും ചെയ്യുന്നവർ. തങ്ങളുടെ സ്ഥാപനങ്ങൾ ഈടി വരാതിരിക്കാൻ സംഘപരിത്തിന് വർഷാവർഷം വലിയ എമൗണ്ട്, കോടികൾക്ക് അപ്പം കൊടുക്കുന്ന മതസംഘടനകൾ, പണ്ഡിതന്മാർ, സ്ഥാപന മേധാവി, വലിയ വലിയ ബിസിനസ്സുകാർ, കേരളത്തിൽ മുസൽമാന്മാർ ഉൾപ്പെടെ ഈ കപ്പം കൊടുത്താ മുന്നോട്ട് പോകണം. തവക്കുലില്ലാത്തത് കൊണ്ട് ഭരണാധികാരികളായി രംഗത്ത് വരാൻ ശ്രമിച്ചവർക്ക് നേരത്തെ പറഞ്ഞ വാക്ക് ഇപ്പോൾ പാലിക്കാൻ പറ്റുന്നില്ല. പേടിയാണ്, തവക്കുലില്ല. ഒക്കെ നിസ്കാര തഴമ്പുകാരും മുസ്ലിം പേരുകാരുമാണ്. അതുകൊണ്ട് സംഘപരിവാരം ഭരിക്കുന്ന കേരളം അങ്ങനെ തുടരുകയാണ്. എല്ലാ കുഞ്ചിക സ്ഥാനങ്ങളിലും സംഘപരിവാരക്കാരൻ കയറിയിരിക്കും. നമ്മന്റെ ആളുകൾ പുറത്തിങ്ങനെ നോക്കി നിൽക്കും. പറഞ്ഞത് വിഴുങ്ങുകയും ചിലപ്പോൾ മാറ്റി പറയുകയും ചിലപ്പോൾ നാണം കെടുകയും ചെയ്യും. അതെല്ലാം കണ്ടുകൊണ്ട് ഞെട്ടാൻ കഴിയാതെ നമ്മൾ അങ്ങ് നിസ്സംഗരായി തുടരും. ഇതൊക്കെ തവക്കുലില്ലായ്മയാണ്. ഇങ്ങനെ ഖുർആനെ പഠിക്കണം. യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അള്ളാഹുൽ ബരമേൽപ്പിക്കുക, അല്ല മതി. മൂസാ നബി അള്ളാഹുൽ ബരമേൽപ്പിച്ച അല്ല മതി, അള്ളയാണ് കൂടെ ഉണ്ടായത്. ഇന്ന് രക്ഷപ്പെട്ടത്, മതിൽ അഭയം തേടിയത്, ഇസ്സത്തോടെ ഒരു പ്രവാചക കുടുംബത്തിൽ അംഗമായി ജീവിച്ചത്, ശേഷം അങ്ങോട്ട് ബാക്കിയും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് കേവലം ചരിത്രമല്ല. ഇന്നത്തെ മുസ്ലിം സമുദായം എത്തിപ്പെട്ട പതിതാവസ്ഥയുടെ നേർചിത്രത്തിന്റെ ശരിയായ പാഠഭാഗങ്ങൾ ഖുർആൻ പഠിപ്പിക്കാം. ഈ പാഠഭാഗങ്ങൾ നമുക്ക് കരുത്താവണം. നമ്മെ ഇസ്ലാമികമായ വഴിയിൽ നടത്താൻ ഈ ജനോസിന്റെ ഖുർആൻ ടെക്സ്റ്റ് ശരിയായ ഒരു മാർഗരേഖയാണ്. യഥാവിധി പാഠങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാണ്. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം ഫദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുൽ കരീം.